തന്റെ സ്വാധീനമുണ്ടാകില്ലെന്ന് പറഞ്ഞ് അവഗണിച്ച് മുന്നണികൾക്ക് PV അൻവർ നൽകിയ മറുപടിയാണ് നിലമ്പൂരിൽ PV അൻവർ പിടിച്ച ഈ പറയുന്ന 20,000-ഓളം വോട്ടുകൾ. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ PV അൻവറിന്റെ UDF മുന്നണി പ്രവേശനം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ മത്സരിക്കും എന്നാണ് PV അൻവറിന്റെ പുതിയ പ്രഖ്യാപനം. ഒരു കാര്യം കൂടി പറയാം, അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക്, മാന്യമായ റെക്കമെൻഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനിസത്തിൻ്റെ വേരറക്കാൻ എനിക്ക് ആയുസുണ്ടെങ്കിൽ കേട്ടോ, ഈ 2026 മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും. മനസ്സിലായോ? ബേപ്പൂരിൽ PV അൻവർ മത്സരിക്കും. പിണറായിസത്തിൻ്റെ മരുമോനിസത്തിൻ്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കൂട്ടി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന്. സുർജിത്ത്, ഒരു അൺപ്രഡിക്റ്റബിൾ പൊളിറ്റിക്കൽ ലീഡർ എന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ ഒരുപക്ഷെ അൻവറിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലേക്ക് അൻവർ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ അത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുടെ പതനമായിരിക്കും, അല്ലെങ്കിൽ അവസാനമായിരിക്കും എന്നൊക്കെയായിരുന്നു പല രീതിയിലുള്ള വിലയിരുത്തൽ. അത് LDF ജയിച്ചാലും ശരി, UDF ജയിച്ചാലും ശരി, PV അൻവർ ഇനി രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് വിധി എഴുതിയിരുന്നു പലരും. പക്ഷേ അതല്ല, ഇന്ന് തന്നെ അൻവർ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതാ UDFന്റെ വാതിലുകൾ അടഞ്ഞുപോയി എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ പറയുന്നു, പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ PV അൻവർ ഒരു വലിയ ശക്തിയായി നിലമ്പൂരിൽ മാറിയിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ? അർജുൻ, ഒരു സംശയവും വേണ്ട, PV അൻവർ ഈ തെരഞ്ഞെടുപ്പിന്റെ കിങ് മേക്കറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം UDFന് പോലും ഇനി അവഗണിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള ഒരു വളർച്ച അത് PV അൻവറിന് ഈ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട് എന്നത് അസന്നിഗ്ധമായ രീതിയിൽ തന്നെ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. ഒരുപക്ഷെ ഇടതുമുന്നണി വിടാനിടയായിട്ടുള്ള സാഹചര്യം ഏറ്റവും പ്രധാനമായി പോലീസിലെ സംഘപരിവാർ വൽക്കരണം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇടതുമുന്നണിയോട് അകലുന്നത്. അതിനുശേഷം ചില പ്രയോഗങ്ങളും അദ്ദേഹം ഈ രാഷ്ട്രീയ കേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. പിണറായിസം, മരുമോനിസം, അത്തരം പ്രയോഗങ്ങൾ ഈ അവസാന ഘട്ടത്തിലും, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും തുടർന്നുള്ള വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായത്. മാത്രമല്ല UDF നേതാക്കളെ നിശിതമായി വിമർശിക്കുകയോ അത്തരം വലിയ രീതിയിലുള്ള ഒരു അമർഷം UDFനോട് ഉന്നയിക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം UDF എന്നുള്ള തരത്തിലുള്ള ഒരു ലക്ഷ്യമിടൽ തന്നെയാണ്, UDFിലേക്കുള്ള ഒരു വഴി വെട്ടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉള്ളത്, അദ്ദേഹത്തിന് മുന്നിലുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണങ്ങൾ വഴി വ്യക്തമായിട്ടുള്ളത്. എന്തായാലും വലിയ മുന്നേറ്റം, അതായത് 20,000-ൽ തൊട്ട് താഴെയുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ രാഷ്ട്രീയ കേരളത്തിന് ഇനിയും അംഗത്തിന് ബാല്യമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ആ ഒരു കരുത്ത് പ്രകടമാക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ നേരത്തെ ഇടതുമുന്നണിയിലേക്ക് വന്ന ഘട്ടത്തിൽ എല്ലാം തന്നെ അദ്ദേഹം സമാഹരിച്ച വോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ആ വോട്ടുകൾ, പാർട്ടി വോട്ടുകൾക്കപ്പുറത്തുള്ള വോട്ടുകളുടെ ഒരു സമാഹരണം അദ്ദേഹം നടത്തിയിരുന്നു. ആ വോട്ടുകൾ പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള സൂചന തന്നെയാണ് 20,000-ൽ താഴെയുള്ള വോട്ട് വിഹിതം അദ്ദേഹത്തിന് സമ്പാദിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞ ചില പ്രയോഗങ്ങൾ പലപ്പോഴും അത് വലിയ രീതിയിൽ ഈ ക്രോസ് വോട്ട് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഇന്നലെയും പറഞ്ഞതാണ്. ആ ക്രോസ് വോട്ടിൻ്റെ കാര്യം വീണ്ടും സ്ഥിരീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പിണറായിസവും മരുമോനിസവും അത് തകർക്കും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇദ്ദേഹം നടത്തിയത്. അതോടൊപ്പം ഈ VD സതീശനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, VD സതീശനോട് ഒരു തരത്തിലുള്ള വിരോധവുമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുക വഴി ഇനിയും അദ്ദേഹത്തിൻ്റെ സാധ്യത UDFിലേക്ക് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾക്ക് വഴി തെളിക്കാവുന്ന ഒരു സാധ്യത തുറന്നിടുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയ ചില നിലപാടുകൾ, ആദ്യഘട്ടത്തിൽ MMS അടക്കമുള്ള നേതാക്കൾ താൻ UDFിൻ്റെ അസോസിയേറ്റ് മെമ്പറാക്കും എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനകൾ തന്നിരുന്നു. പക്ഷേ അതിന് ഒരു തുരങ്കം വയ്ക്കുന്ന നടപടി VD സതീശൻ്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള പ്രതികരണം അത് നടത്തി. അത് എന്തായാലും അതിലൊന്നും ഒരു തരത്തിലുള്ള വിരോധവുമില്ല എന്നുള്ള, ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, ഇനിയും താൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. അതായത് VD സതീശൻ ലക്ഷ്യം വയ്ക്കുന്നതും ഈ പിണറായിസത്തെയും മരുമോനിസത്തെയും എതിർക്കുന്ന നിലപാടാണ്. സ്വാഭാവികമായും ഈ നിലപാട് തന്നെയാണ് തനിക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഏകോപനത്തിൻ്റെ സാധ്യതകൾ ഇനിയും മുന്നിലുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അദ്ദേഹം നടത്തിയ ഒരു നിർണായകമായൊരു പ്രതികരണം കൂടി. ആ പ്രതികരണം എന്ന് പറയുന്നത് അത് ബേപ്പൂരിൽ മത്സരിക്കാൻ താൻ തയ്യാറാണ്, മത്സരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് UDFിൻ്റെ തണലിൽ തന്നെ മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള
ധ്വനി പകരുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം അവിടെ മുഹമ്മദ് റിയാസ് വീണ്ടും മത്സരിക്കുകയാണ്. സ്വാഭാവികമായും എതിരാളിയായി താൻ ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം PV അൻവറിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വോട്ടുകളുടെ സമാഹരണം അത് പല ഇടത് കോട്ടകളിൽ പോലും അത് രണ്ടാമതെത്തുന്ന ഒരവസ്ഥ, ആര്യാടൻ ഷൗക്കത്തിന് പിന്നാലെ രണ്ടാമതെത്തുന്ന ചില ബൂത്തുകളിൽ എത്തിയ ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി നിലമ്പൂരിലെ അല്ലെങ്കിൽ PV അൻവറിൻ്റെയൊക്കെ രാഷ്ട്രീയ കാലാവസ്ഥ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥ കൃത്യമായി ഫോളോ ചെയ്ത ഒരാൾ എന്ന നിലയിൽ ഒരു മാധ്യമപ്രവർത്തനം നിലയിൽ ചോദിക്കുകയാണ്. നേരത്തെ ഈ മുന്നോട്ട് വെച്ച ഉപാധികൾ അത് UDFന്റെ ഭാഗത്തായാലും അൻവറിന്റെ ഭാഗത്തായാലും പല ഉപാധികൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരു മാറ്റം ഇനി ഏത് രീതിയിൽ ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കൗതുകമുള്ള ചോദ്യം. ഈ TMCയുടെ കൊടിയും പിടിച്ച് UDFിലേക്ക് കയറാൻ കഴിയില്ല എന്നൊരു പ്രധാനപ്പെട്ട ഉപാധിയായിരുന്നു UDF നേരത്തെ വെച്ചത്. അതിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കുമോ, അല്ല അൻവർ എന്ന ഒറ്റ ആൾ പട്ടാളത്തെ മാത്രമായിരിക്കും UDF സ്വീകരിക്കുക, അതിന് അൻവർ തയ്യാറാകുമോ, അല്ല പുതിയ പാർട്ടി വരുമോ, അല്ല TMC തന്നെ പിടിച്ചായിരിക്കുമോ UDFിലേക്കുള്ള പ്രവേശനം? അതിനൊക്കെ എപ്പോഴായിരിക്കും ഒരു ഉത്തരം ഉണ്ടാവുക? സുജിത്ത്. പ്രജിന, ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ PV അൻവർ ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് മലയോര മേഖലയുമായി ബന്ധപ്പെട്ടൊരു ജില്ല വേണം, അതിന് UDF അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. അതായത് കോഴിക്കോട് മേഖലയും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചൊരു പ്രത്യേക ജില്ല വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം, PSC അംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കണം, അത്തരത്തിലുള്ള ചില വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതായത് നേരത്തെ ഉന്നയിച്ചതിൽ നിന്ന് അപ്പുറത്തുള്ള കുറേ വാദങ്ങൾ അദ്ദേഹം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ താൻ UDFിലേക്ക് പോകുമെന്നുള്ളതാണ്. എന്തായാലും ഈ നേരത്തെ ഈ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വേണ്ടത് ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു ധ്വനിയാണ്. കാരണം ലീഗ് നേതാക്കളടക്കം PV അൻവറിനെ ബന്ധപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും PV അൻവർ ഈ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ വോട്ട് വിഹിതം ഉറപ്പിക്കുന്നതിലൂടെ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്ന ഒരു ഫലമാണ് വന്നിട്ടുള്ളത്. ആ ഫലത്തിൽ കൃത്യമായ രീതിയിൽ ഒരു അടയാളം PV അൻവറിന് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇനി UDFിൻ്റെ അസോസിയേറ്റ് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ TMCയെ മൊത്തമായാണോ UDFിൻ്റെ ഭാഗമാക്കുക, അത്തരം ചർച്ചകളാണ് ഇനി ഉയർന്നു വരേണ്ടത്. അതിൽ എന്ത് നിലപാട് VD സതീശനടക്കം നേരത്തെ മുഖം തിരിച്ചു നിന്ന നേതാക്കൾ എടുക്കുമെന്നുള്ളതാണ് എല്ലാവരും സാഹൂതം കാണുന്നത്. ഒപ്പം തന്നെ ഈ ലീഗിൻ്റെ ഒരു നിലപാട്, അത് ഇക്കാര്യത്തിൽ എന്താകും, ലീഗ് എന്ത് തരത്തിലുള്ള നിലപാടെടുക്കും, ഈ വോട്ട് വിഹിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഇനി ഉറ്റുനോക്കുന്നത്.